അഭിനയം ഇഷ്ടമാണോ? ആ, ആര് പറഞ്ഞിട്ടാ സീരിയലിൽ വന്നേ? അതറിയില്ല. അതറിയില്ല, പിന്നെ എങ്ങനെ അഭിനയിക്കാൻ വന്നേ? അത് അവര് പറഞ്ഞിട്ട്. കാണാറുണ്ടോ സീരിയല് ടിവിയിൽ വരുമ്പോ? എനിക്ക് ടി വി ഇല്ല. കാർട്ടൂൺ കാണാനാണോ ഇഷ്ടം, സീരിയലിൽ അഭിനയിക്കാനാണോ ഇഷ്ടം? കാട്ടൂണ്. ലാലുക്കവലയ്യ, ലുക്കവലയ്യ, യാ, യാ, യാ. വയ്യാൽ എന്തു പറ്റി ചുമക്കുന്നേ? അത് ഞാൻ ഡോക്ടർ കാണിച്ചില്ല. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി സൂചി കുത്തി. ഒരു മോന് കരഞ്ഞിട്ട് ഞാനാ പടം പേടിച്ചു പോയി. ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? മമ്മൂട്ടിയുടെ കൂടെയാണോ മോഹൻലാലിന്റെ കൂടെയാണോ? മമ്മൂട്ടിന്റെ കൂടെ. ചോക്ലേറ്റ് ഒക്കെ തരോ അഭിനയിക്കാനായിട്ട് വരുമ്പോ? ഒന്നും തരില്ല. ഇല്ല. അമ്മയുടെ പേരെന്താ? അതറിയില്ല. അമ്മയുടെ പേരറിയില്ല? അതെന്താ? ചോദിച്ചിട്ടില്ലേ ഇത്ര വർഷമായിട്ട് അമ്മയുടെ പേരെന്താന്ന്? ഇല്ല. സാഷക്കുട്ടി, സാഷ എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, പൊന്നൂസ് എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? പൊന്നൂസ്. പൊന്നൂസ് എന്ന് വിളിക്കാം അല്ലേ? പൊന്നൂസിന് ഇപ്പൊ എത്ര വയസ്സായി? ഇത്രയും വയസ്സായി. ഇത്രയും വയസ്സില് സാഷക്കുട്ടി ഇപ്പൊ ആരാ? എന്താ ചെയ്യണേ ഇപ്പൊ? അഭിനയിക്കുകയാണോ? നടിയാണോ? ഏത് സീരിയലിൽ അഭിനയിക്കുന്നേ? ജാനകിയുടെയും അബിയുടെയും വീട് അല്ലേ? ജാനകിയുടെ അബിയുടെയും വീട്ടില് അബിയുടെയും ജാനകിയുടെയും മകളാണല്ലേ? സാഷക്കുട്ടിക്ക് അഭിനയം ഇഷ്ടമാണോ? ആര് പറഞ്ഞിട്ടാ സീരിയലിൽ വന്നേ? അതറിയില്ല. അതറിയില്ല, പിന്നെ എങ്ങനെ അഭിനയിക്കാൻ വന്നേ? അത് അവര് പറഞ്ഞിട്ട്. അവര് പറഞ്ഞിട്ടാണോ വന്നേ? അച്ഛനമ്മ എന്താ പറഞ്ഞേ? അത് അച്ഛനും അമ്മയും പറഞ്ഞു വരാന്ന്. നമുക്ക് സീരിയലിൽ പോയി അഭിനയിക്കാന്ന് സാഷയാണോ പറഞ്ഞേ, അച്ഛനമ്മയാണോ പറഞ്ഞേ? സാഷയാണോ പറഞ്ഞേ? പൊന്നൂസിന് ടിവിയിൽ കണ്ടപ്പോ എന്ത് തോന്നി പൊന്നൂസിന്? പറ. അത് എനിക്കറിയില്ല. അറിയില്ല. കാണാറുണ്ടോ സീരിയല് ടിവിയിൽ വരുമ്പോ? എനിക്ക് ടി വി ഇല്ല. ടി വി ഇല്ലേ? ഫോണിലാണോ? എല്ലാവരും കാർട്ടൂണൊക്കെ കാണാറുണ്ടോ? കാർട്ടൂൺ കാണാനാണോ ഇഷ്ടം, സീരിയലിൽ അഭിനയിക്കാനാണോ ഇഷ്ടം? കാർട്ടൂണാണ്. എന്തൊക്കെ കാർട്ടൂൺ കാണും? ഞാൻ എന്തെങ്കിലും കാണും. എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കാണും. പിന്നെ ഫോണ് കാണും. പഠിക്കുന്നുണ്ടോ? സ്കൂളിലാണോ? എത്രയിലാ പഠിക്കുന്നേ? UKG-യിലോ? മിസ്സിന്റെ പേരെന്താ? മിസ്സിന്റെ പേര് ടീച്ചർ എന്നാണോ വിളിക്കണേ? അപ്പൊ ഈ ഇത്രയും തിരക്കുള്ള ഷൂട്ടിങ് കഴിഞ്ഞ് എങ്ങനെയാ സാഷക്കുട്ടി സ്കൂളിൽ പോകുന്നേ? അത് ഇവിടെ തന്നെ ഒരു സ്കൂളുണ്ട്. എവിടെ തന്നെ? ഇവിടെ തന്നെ. മിലനിയം ഞാനും. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അത് ഏത് സ്കൂളാണോ? നളന്ദ അല്ലേ? ഈ ഉടുപ്പ് ആരാ വാങ്ങി തന്നതാ? അത് നമ്മ. മാലയോ? മാല പപ്പ. മേക്കപ്പ് ചെയ്യാറുണ്ടോ സീരിയലിൽ അഭിനയിക്കുമ്പോ? എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരോ? ലാലു കാവാലി പാടിത്തരട്ടെ? അത് പാടി. ലാലു കാവാലയ്യ, ലുക്കാവാലയ്യ, യാ, 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 യാ. നല്ല രസമുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അഭിനയം മാത്രല്ല അല്ലേ, പാട്ട് പാടാൻ അറിയാല്ലേ? വയ്യാൽ എന്തു പറ്റി ചുമക്കുന്നേ? അത് ഞാൻ ഡോക്ടർ കാണിച്ചില്ല. ഡോക്ടറിനെ കാണിക്കുന്ന എന്താ? അത് ഞാന് ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി സൂചി കുത്തി. ഒരു മോന് കരഞ്ഞിട്ട് ഞാനാ പടം പേടിച്ചു പോയി. പിന്നെ എന്റെ ഇവിടെയാണ് സൂചി കുത്തി. അമ്മയിൽ എനിക്ക് വേദന ഇല്ല. ഞാനിങ്ങനെ കണ്ണു കൂട്ടി. ധൈര്യശാലിയാണല്ലേ? സൂചിനൊന്ന് പേടിപ്പിക്കല്ലേ? സൂചി കണ്ടാ പേടിക്കില്ല അല്ലേ? പൊന്നൂസ് പിന്നെ രാവിലെ എപ്പോഴാ വരുന്നത് ഷൂട്ടിങ്ങിനാണ്? ഷൂട്ടിങ് എപ്പോഴാന്ന് എനിക്കറിയില്ല. അറിയില്ല. ആരാ കൊണ്ടുവരാറ് ഷൂട്ടിങ്ങിന് ലൊക്കേഷനിലേക്ക്? പപ്പ. മമ്മയ്ക്കും മിലനും സുഖമില്ല. ആണോ? ഒരു കുഞ്ഞു ആവില്ലേ? പേരെന്താ? മിലൻ.
മിലന്റെ ചേച്ചിയാണല്ലേ? ആ ഞാൻ വന്നപ്പോ നേരത്തെ അവിടെ ഒരു പാട്ടുപാടി ഡാൻസ് കളിച്ചില്ലേ? ഞാൻ കണ്ടായിരുന്നു. ഇല്ല കണ്ടായിരുന്നു. ഇല്ല കണ്ടു. എനിക്ക് വേണ്ടി ഒരു വട്ടം. ഇല്ല പാടില്ല. പാടില്ല, ഒരു വട്ടം. ഇല്ല. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാവുക പൊന്നൂസിന്? ആ വേറെ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ട്. ഏത് സിനിമയിലാ? അതിന്റെ പേര് ഒരു അതിന്റെ പേരില്ലേ, പേരൊന്നും അറിയില്ല. പേരറിയില്ല അല്ലേ? ആരുടെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? മമ്മൂട്ടിയുടെ കൂടെയാണോ മോഹൻലാലിന്റെ കൂടെയാണോ? മമ്മൂട്ടിന്റെ കൂടെ. മമ്മൂട്ടിയുടെ കൂടെയാണോ? മമ്മൂട്ടിയുടെ ഏത് സിനിമ ഇഷ്ടം? പേടിക്കുന്ന സിനിമയോ? ദ പ്രീസ്റ്റ് ആണോ? അതിലൊരു കുഞ്ഞു ചേച്ചി ഉണ്ടല്ലേ? പിന്നെ ഏതാ കണ്ടേ? ഓർമ്മയില്ല. ലാലേട്ടന് ഇഷ്ടമല്ലേ അപ്പൊ? എന്ത് കഴിക്കാനാ ഇഷ്ടം? എന്ത് ഭക്ഷണ ഇഷ്ടം? ബിരിയാണി. ബിരിയാണിയോ? ഇവിടെ വരുമ്പോ ബിരിയാണി തരാറുണ്ടോ അവര്? സീരിയലിൽ അഭിനയിക്കാൻ വരുമ്പോ? ഒരു വട്ടം തന്നു. ചോറ് ചോറ് ചോറ്, വേറെ ഒന്നും അവര് തരില്ല? എനിക്കാണെങ്കിൽ വയറ് വേദന. അച്ചോ. ചോക്ലേറ്റ് ഒക്കെ തരോ അഭിനയിക്കാനായിട്ട് വരുമ്പോ? ഒന്നും തരില്ല. അഭിനയിക്കാൻ വന്നാലും അവരൊന്നും തരില്ല. അച്ചടാ. ജാനകിയായിട്ട് അഭിനയിക്കുന്ന ആളെ അറിയോ? അറിയാം. ആരാ? രക്ഷ. രക്ഷ. രക്ഷേനെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെയാ? ഞാൻ ഫോണിൽ കണ്ടിട്ടുണ്ട്. ഫോണിൽ കണ്ടിട്ടുണ്ടോ? ഷൂട്ടിന് വരുമ്പോഴേ ഡയറക്ടർ സാറ് പറയുന്ന പോലെ അഭിനയിക്കോ? അഭിനയിച്ചില്ലെങ്കിൽ വഴക്ക് കേൾക്കാറുണ്ടോ? നല്ലോണം അഭിനയിക്കും അല്ലേ? അത് രക്ഷ പറഞ്ഞായിരുന്നു. ജാനകി അമ്മ പറഞ്ഞു പൊന്നൂസ് നല്ലോണം അഭിനയിക്കുമെന്ന്. പിന്നെ എന്തിനാ വഴക്ക് കേൾക്കുന്നേ? പക്ഷെ ഞാൻ ജാനകി അമ്മ അഭിനയിക്കൂല. ആണോ? നല്ലോണായിട്ട് അഭിനയിക്കും. പക്ഷേ ജാനകി അമ്മേനോട് പറഞ്ഞു ജാനകി അമ്മ അഭിനയിക്കുന്നില്ല എന്ന്. പക്ഷേ ജാനകി അമ്മ ഞാൻ ചെറിക്ക് എൻ്റെ ചുമ ചെറിക്ക് കൊടുത്ത്, ചിന്നു ചേച്ചിക്ക് എൻ്റെ ചുമ ചെറി ചിന്നു ചേച്ചിക്ക് കൊടുത്ത്. ചെറിനെ ഭയങ്കര ഇഷ്ടാണല്ലേ? ചെറിയാണോ ബെസ്റ്റ് ഫ്രണ്ട്? സീരിയലിലും സെറ്റിലും ചെറിയാണോ? ചെറിന് എന്തോരം ഇഷ്ടാ? ചെറിന് എന്തോരം ഇഷ്ടാന്ന്? അഭിയച്ചനെയാണോ ഇഷ്ടം? ചെറിനെയാണോ ഇഷ്ടം? രണ്ടെണ്ണം ഇഷ്ടമാണ്. ജാനകി അമ്മേനോ ഇഷ്ടം? മുത്തശ്ശിയാനാണോ ഇഷ്ടം? രണ്ടാളും ഇഷ്ടം. എല്ലാവരും ഇഷ്ടമാണല്ലേ? മുത്തശ്ശിയുടെ കൂടെ കുസൃതിയൊക്കെ ഒപ്പിക്കുമ്പോഴേ അതുപോലെ തന്നെ അഭിനയിച്ചില്ലെങ്കിൽ ലഡു കഴിക്കും. അപ്പൊ ലഡു കഴിക്കും. ഒരു ലഡു ഒക്കെ തരാറുണ്ടോ? ഇല്ലേ? ചോദിക്കാറുണ്ടോ മുത്തശ്ശിനോട് ഒരു ലഡു എനിക്കെന്താ മുത്തശ്ശിന്ന്? ഇല്ല. മുഴുവനും കഴിക്കും. മുത്തശ്ശിക്ക് ലഡു ഇഷ്ടമാണ്. ആരെയാ പൊന്നൂസിന് ഈ സീരിയലിൽ ഏറ്റവും ഇഷ്ടം? ജാനകി. ജാനകി അമ്മേനെയാണോ അല്ലെങ്കിൽ പൊന്നൂസിന്റെ അമ്മേനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പൊന്നൂസിന്റെ അമ്മ. പൊന്നൂസിന്റെ അമ്മയുടെ പേരെന്താ? ജാനകിനെയാണോ ഇഷ്ടം? ഷാസയുടെ അമ്മേനെ ഇഷ്ടമല്ലേ? അപ്പൊ ഏത് അമ്മേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? പൊന്നൂസിന്റെ അമ്മേനെയാണോ ഷാസയുടെ അമ്മേനെയാണോ? ആരെയാ? ശരിക്കുള്ള അമ്മേനെ. അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേരറിയില്ല. അതെന്താ? ചോദിച്ചിട്ടില്ലേ ഇത്ര വർഷമായിട്ട് അമ്മയുടെ പേരെന്താന്ന്? അതെന്ത് പറ്റി? അമ്മേന്നാണോ വിളിക്കുന്നേ? മമ്മ എന്നാണ് വിളിക്കുന്നത്. മമ്മയുടെ പേരറിയില്ല. പപ്പയുടെ പേരറിയോ? പപ്പയുടെ പേരെന്താ? സബീഷ് അല്ലേ? വലുതായാലും സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അറിയില്ല. ഡാൻസ് കളിക്കാനാണോ ഇഷ്ടം? പാട്ട് പാടാനാണോ ഇഷ്ടം? അഭിനയിക്കാനാണോ ഇഷ്ടം? പാട്ട് പാടാൻ. അന്നേ ഒരു പാട്ട് പാടണം. ഒരു പാട്ടും കൂടി. മണ്മ പിത്താ പിത്താപ്പേ മണ്ണ് പിത്താ പിത്താപ്പേ ഓ പിത്താ പിത്താപ്പേ മണ്മ പിത്താ പിത്താപ്പേ ജോണി അടഡാസിൽ കുന്നോടി ജോണി അടഡാസിൽ കുന്നോടി.
സൂപ്പർ ആയിട്ടുണ്ട്. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? സാശക്കുട്ടി ഇനിയും ഒരുപാട് സീരിയലിൽ അഭിനയിക്കട്ടെ. അതുപോലെ തന്നെ സാശക്കുട്ടിയുടെ ആഗ്രഹം പോലെ മമ്മൂട്ടിയുടെ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടട്ടെ. ഹാപ്പി ആയിട്ട്. അപ്പോൾ താങ്ക് യു.